എങ്ങനെയാണ് നമ്മളുടെ ടെർബോ ചാർജർ വണ്ടിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മളുടെ എഞ്ചിനിൽ നിന്ന് വരുന്ന എക്സോസ്റ്റ് ഗ്യാസ് ഇല്ലേ, അതിന് ഒരു പവർ ഉണ്ട്. ആ ഒരു പവർ നമ്മളുടെ ടെർബൈനെ കറക്കും. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ ടെർബൈനോട് കണക്ട് ചെയ്തിട്ടൊരു കംപ്രസർ ഫാൻ ഉണ്ട്. കംപ്രസർ ഫാൻ കംപ്രസ്ഡ് ആയിട്ടുള്ള എയറിനെ നമ്മുടെ എഞ്ചിനിലേക്ക് തള്ളും. അപ്പോൾ അവിടെ നമുക്ക് കൂടുതൽ ഫ്യൂവൽ ബേൺ ആകും. എന്ന് പറഞ്ഞാൽ മോർ എയർ ഈക്വൽ ടു മോർ പവർ. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ എക്സോസ്റ്റ് ഗ്യാസ് വെറുതെ കളയാതെ അതിൽ നിന്ന് വീണ്ടും ഒരു പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ടെക്നോളജിയാണ് ടെർബോ ചാർജർ എന്ന് പറയുന്നത്. നമുക്കിതിൽ അഡ്വാൻറ്റേജ് മാത്രമല്ല ഡിസഡ്വാൻറ്റേജും കൂടെ ഉണ്ട് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റ്ലി കൂടുതലായിരിക്കും, മെയിൻ്റനൻസ് ഭയങ്കര കൂടുതലാണ്. അതുപോലെ തന്നെ എഞ്ചിൻ കുറച്ചധികവും കൂടെ ഹീറ്റ് ആവാണ് ചെയ്യുന്നത്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കൂളിംഗ് സിസ്റ്റം ഇല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും. പിന്നെ ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും ടെർബോ ലാഗ്. നമ്മൾ ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ടെർബോ പവർ തരത്തില്ല. അവിടെ ഒരു എക്സോസ്റ്റ് ഗ്യാസ് ബിൽഡ് ആയി കഴിഞ്ഞാൽ മാത്രം നമ്മുടെ ടെർബോൻ്റെ സ്പീഡ് കൂടുകയും അതുപോലെ തന്നെ നമുക്ക് പവർ കിട്ടുന്നതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴും എല്ലാവർക്കും ഇഷ്ടമാണ് ടെർബോ ചാർജ്ഡ് ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ യൂസ് ചെയ്യാനായിട്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്നോവ, ഓ മൈ ഗോഡ്, എനിക്ക് എന്ത് ഇഷ്ടമുള്ള വണ്ടിയാണെന്ന് അറിയാമോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കൂട്ടുകാർക്ക് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പറഞ്ഞു കൊടുക്കണം ഇങ്ങനെയാണ് ടെർബോ ചാർജറിൻ്റെ വർക്കിംഗ് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഭയങ്കര വെയിലൂടെ.